മലയാള സിനിമയിലെ പ്രമുഖയായ ഒരു നായികാ നടി 2017 കൊച്ചിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിനുള്ളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവത്തെയാണ് നാം നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം 2025 ഡിസംബർ 8 കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി ഇന്ന് ഈ കേസിലെ വിധി പറഞ്ഞിരിക്കുകയാണ്. ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതിനാൽ തന്നെ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന എല്ലാ കുറ്റങ്ങളിലും അവർ കുറ്റക്കാരാണ് എന്ന കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കി അവരെ ജയിലിലേക്ക് അയക്കുകയും അവരുടെ ജയിൽവാസം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 8ാം പ്രതിയായ പ്രമുഖ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ബലാത്സംഗ കുറ്റവും ഗൂഢാലോചന കുറ്റവും നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ഇതിൻ്റെ അർത്ഥം ദിലീപിന് ഈ സംഭവവുമായി ബന്ധമില്ല എന്നല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ദിലീപിനെതിരെ പോലീസിന് മതിയായ തെളിവുകൾ ശേഖരിക്കുവാൻ സാധിച്ചിട്ടില്ല. ദിലീപിനെതിരെ പോലീസ് ശേഖരിച്ച തെളിവുകളുടെ ആധികാരികതയും വിശ്വാസ്യതയും കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇവിടെ പോലീസും പ്രോസിക്യൂഷനും സംസ്ഥാന സർക്കാരിൻ്റെ 2 ഏജൻസികളാണ്. അതിനാൽ തന്നെ ഇരയാക്കപ്പെട്ട അതിജീവിതയായ നടിക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുള്ളതാണ്. മറ്റൊരു തരത്തിൽ ഇത് പിണറായി വിജയൻ്റെ കൂടി പരാജയമാണ്. നമുക്കറിയാമല്ലോ, നടി ആക്രമിക്കപ്പെട്ട വേളയിലും കേസിൻ്റെ അന്വേഷണം നടന്ന വേളയിലും ഈ കേസിൻ്റെ വിചാരണ നടന്ന വേളയിലും ഇന്ന് വിധി പറയുന്ന വേളയിലും കേരളത്തിൽ അധികാരത്തിലിരുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയും ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയും വഹിച്ചിരുന്നത് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അതിനാലാണ് ഇത് പിണറായിയുടെയും CPMൻ്റെയും സർക്കാരിൻ്റെയും പരാജയമായി വിലയിരുത്താവുന്ന ഒരു ഘടകമായി മാറുന്നത്. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താനാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയുടെ ഇരയെന്ന വാദമാണ് ദിലീപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിയവർ എന്ന് പറഞ്ഞ് ചില പ്രമുഖരെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളും ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. ഈ കേസിലെ യഥാർത്ഥ പ്രതികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരോട് കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപ് ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രമുഖയായ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് മുൻ DGPയായ ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ബി സന്ധ്യ IPS ആണ്. നമുക്കറിയാം, ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു ബി സന്ധ്യ. ബി സന്ധ്യയുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി തന്നെയാണ് ദിലീപിനെ ഈ കേസിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അയാൾ 90 ദിവസം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നിർണായകമായ വെളിപ്പെടുത്തലുകളും പല ഘട്ടത്തിലും പുറത്തു വന്നിട്ടുള്ളത് അന്ന് നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ TVയിലൂടെയായിരുന്നു. കേസിൻ്റെ വിചാരണ കോടതിയിൽ നടക്കുമ്പോഴും മാധ്യമ വിചാരണ നടത്തി ദിലീപിനെ കുറ്റക്കാരനെന്ന് ചാപ്പ കുത്തിയ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് MV നികേഷ് കുമാർ. MV നികേഷ് കുമാർ ഇന്ന് റിപ്പോർട്ടർ TVയുടെ ഉടമസ്ഥാവകാശം ഒഴിഞ്ഞ് CPMൻ്റെ വക്താവായി സൈബർ പടയുടെ നേതാവായി തുടരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ കൂടി CPMന് വലിയ തിരിച്ചടിയാകുകയായിരുന്നു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ദിലീപ്. കോൺഗ്രസ് നേതാക്കളെന്ന് പറയുമ്പോൾ ആലുവ MLA ആയ അൻവർ സാദത്ത് കോൺഗ്രസ് നേതാവാണ്, ദിലീപിൻ്റെ അടുത്ത സുഹൃത്താണ്. അതിനാൽ തന്നെ ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിനെതിരെ വലിയ പ്രചരണായുധമാക്കുവാൻ CPM പദ്ധതിയിട്ടിരുന്നു. ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള പല ക്യാപ്സൂളുകളും അണിയറയിൽ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇന്ന് അപ്രസക്തമാകുകയാണ്. എന്നാൽ ബി സന്ധ്യയ്ക്കും MV നികേഷ് കുമാറിനും പുറമെ മറ്റൊരു പ്രമുഖയ്ക്കെതിരെയും ദിലീപിൻ്റെ ആരോപണ ശരം നീളുന്നുണ്ട്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായിരുന്ന ഇന്നും മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യർക്കെതിരെയാണ്. ദിലീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ നടി ആക്രമിക്കപ്പെട്ട ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ, സിനിമാ താരങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ഈ കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന മഞ്ജു വാര്യരുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെയുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചത് എന്നാണ്. മറ്റൊരു രീതിയിൽ മഞ്ജുവാണ് തനിക്കെതിരെയുള്ള കരുനീക്കങ്ങൾക്ക് പ്രകോപനമായത് എന്ന വാദമുഖമാണ് ദിലീപ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ കോടതിയിൽ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുന്നതോടുകൂടി അതും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തും. അതോടുകൂടി മഞ്ജു വാര്യർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദിലീപിൻ്റെ ഇമേജിനെ ബാധിക്കുമോ എന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇപ്പോൾ തന്നെ ദിലീപ് പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുന്നത്.
ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് തൻ്റെ കരിയറും തൻ്റെ വ്യക്തിജീവിതവും നശിപ്പിക്കുവാനുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് താൻ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതെന്നാണ്. സ്വാഭാവികമായും ഈ കേസിൽ പ്രോസിക്യൂഷന് അനുകൂലമായി സാക്ഷിമൊഴി നൽകിയ മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്ന് ദിലീപിനെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ അവർ അത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യും. ആ ഘട്ടത്തിൽ തൻ്റെ ഇമേജിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി തന്നെയാവണം ദിലീപ് പുറത്തു വന്ന ഉടനെ തന്നെ ഇത്തരമൊരു പ്രത്യാക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ ആരോപണ നിഴലിൽ നിൽക്കുന്നത് കേരളം അറിയുന്ന 3 വ്യക്തിത്വങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ എന്ന പ്രമുഖയായ IPS ഉദ്യോഗസ്ഥ, CPMനോട് ചേർന്ന് നിൽക്കുന്ന CPMൻ്റെ പാർട്ടി മെമ്പറായ പാർട്ടി ഭാരവാഹിയായ MV നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ ദിലീപിൻ്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർ. ഈ 3 പേരെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ഇനി എന്തെല്ലാം തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷങ്ങൾ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ അയാൾക്ക് വലിയ തിരിച്ചടികളുടേതായിരുന്നു. ഇനി ഒരു തിരിച്ചുവരവിനുള്ള ബാല്യം ദിലീപിനുണ്ടാകുമോ എന്ന ചോദ്യവും സിനിമാ വൃത്തങ്ങളിൽ തന്നെ സജീവമാണ്. നാം ഓർക്കണം, മലയാള സിനിമയിലെ മുടിചൂടാ മന്നനായി, പ്രമുഖ നിർമ്മാതാവായി, പ്രമുഖ നടനായി, മിനിമം ഗ്യാരണ്ടിയുള്ള ജനപ്രിയ നായകനായി, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായി, അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളെയും ദിലീപ് നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അയാൾ ഈ കേസിൽ പ്രതിയാകുന്നതും ജയിൽവാസം അനുഷ്ഠിക്കുന്നതും. ജാമ്യം ലഭിച്ച് ദിലീപ് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്യപ്പെട്ട സിനിമ രാമലീലയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന നിലയിൽ ഈ സിനിമ വലിയ ഹിറ്റാകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് വൻ ബഡ്ജറ്റിൽ ഒരുക്കിയതുൾപ്പെടെയുള്ള ദിലീപിൻ്റെ ചിത്രങ്ങൾ തിയേറ്ററിൽ മാലപ്പടക്കം പോലെ പൊട്ടുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. അതേസമയത്ത് തന്നെ അമ്മയിൽ നിന്ന് അയാൾ പുറത്തായി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഏതൊക്കെയാണെങ്കിലും തൻ്റെ വ്യക്തിജീവിതത്തിൽ വലിയ വീഴ്ചയ്ക്കിടയാക്കിയവർക്കെതിരെ ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും നീക്കങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ ശക്തമായ തിരിച്ചടിക്ക് അയാൾ മുതിരുമോ എന്ന സംശയം സ്വാഭാവികമായും ജനിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും മഞ്ജു വാര്യർക്കെതിരെയും ബി സന്ധ്യയ്ക്കെതിരെയും നികേഷ് കുമാറിനെതിരെയും ദിലീപ് വെടിപൊട്ടിക്കുമ്പോൾ അയാളുടെ ഭാഗത്തു നിന്ന് ഇരയായ അതിജീവിതയായ നടിക്കെതിരെയും നീക്കങ്ങളുണ്ടാകുമോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ദിലീപിൻ്റേത് വളരെ സ്വാഭാവികവും വൈകാരികവുമായ ഒരു വികാര പ്രകടനം എന്നതിനപ്പുറത്തേക്ക് നോക്കിക്കാണേണ്ടതില്ല എന്ന് പറയുന്നവരും ധാരാളമായി നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള മുറവിളികൾ ഉയരുമ്പോൾ, താൻ ഇരയാക്കപ്പെട്ടു എന്ന വാദവുമായി ദിലീപ് രംഗത്തെത്തുമ്പോൾ, ആരോപണ നേളിൽ ബി സന്ധ്യയും നികേഷ് കുമാറും മഞ്ജു വാര്യരുമൊക്കെ എത്തുമ്പോൾ ഈ വിഷയം ഇവിടെ കൊണ്ടും അവസാനിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിലും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഈ വിഷയവും ഈ സംഭവവും ഈ കുറ്റകൃത്യവും അതിന് പിന്നിലെ അന്തർനാടകങ്ങൾ വലിയ ചർച്ചകളായി നിലകൊള്ളുകയും ചെയ്യും. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള CPMൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.